മഹാഭാരതം പോലെ എന്നെ ആഴത്തിൽ സ്വാധീനിച്ച കൃതിയാണ് രണ്ടാം ഊഴം. എത്ര പ്രാവശ്യം ഈ നോവൽ വായിച്ചിട്ടുണ്ടെന്ന് പോലും എനിക്കറിയില്ല. ഇതിനിടയിൽ എപ്പോഴുമാണ് രണ്ടാം ഊഴത്തിന് ദൃശ്യാവിഷ്കാരം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആദ്യമായി മോഹിച്ചതും ഒരു നടനും ഇന്ത്യക്കാരനും എന്ന നിലയിൽ ഈ കഥയും സിനിമയും ആഗോള പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കാനുള്ളതാണ്. ഒരുപാട് കാലമായി നമ്മൾ കേൾക്കുന്ന സിനിമ ആവിഷ്കാരവുമാണ് രണ്ടാം ഊഴം. അന്ന് തൊട്ട് ഇന്ന് വരെ ഭീമനായി എൻ്റെ പേര് കേട്ടത് മഹാഭാഗ്യവും പുണ്യവുമാണെന്ന് ഞാൻ കരുതുന്നു. എന്നിൽ അർപ്പിച്ച വിശ്വാസത്തിന് ശ്രീ എം ടി സാറിനോട് നന്ദി പറയുന്നു. ഈ ഇതിഹാസ സിനിമ ലോക പ്രേക്ഷകരുടെ മുന്നിൽ എത്തിക്കേണ്ടത് അതിൻ്റെ എല്ലാ ദൃശ്യ സൗന്ദര്യവും ആവാഹിച്ചുകൊണ്ടായിരിക്കണം. അതിന് ലോക നിലവാരത്തിനിണങ്ങിയ ബഡ്ജറ്റ് ആവശ്യമുണ്ട്. അവിടെയാണ് ഭാരതത്തിൻ്റെ സാംസ്കാരിക തനിമ വിളിച്ചോതുന്ന ഈ പ്രോജക്റ്റിൽ 1000 കോടി രൂപ നിക്ഷേപിക്കാൻ സന്നദ്ധനായ ശ്രീ ബി ആർ ഷെട്ടിയെ പോലുള്ള ഒരു ആഗോള സംരംഭകൻ്റെ ദീർഘവീക്ഷണത്തെ ഞാൻ സല്യൂട്ട് ചെയ്യുന്നു.